ഞങ്ങളിവിടെ ഇന്ന് പാചകം ചെയ്യുകയാണ്. മെയിൻ ഷെഫ് നമ്മുടെ കാത്തുവാണ്. നമ്മളിവിടെ പാചകം ചെയ്യാൻ പോവാട്ടോ. ആദ്യം ഇവിടെ അടുപ്പ് കൂട്ടണം, അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനം വാങ്ങാനൊക്കെ പോവാ. ആദ്യം ഇവിടെ അടുപ്പ് കൂട്ടി വിറകൊക്കെ വെച്ചു. സാധനം വാങ്ങിക്കാൻ ഞങ്ങൾ പോവാ. പോവാ. സാധനം വാങ്ങിക്കാൻ വേണ്ടിയുള്ള പാത്രമാണ് ഗൈസ്. ആദ്യം നമുക്ക് പോയിട്ട് അരി വാങ്ങാം. അരി വാങ്ങാം ഗൈസ്. ഇതാണ് നമ്മുടെ അരി. നമ്മളെ ചേട്ടാ കുറച്ചരി കുറച്ചുകൂടെ അരി വേണം. 20 രൂപയാ. ഓക്കെ, താങ്ക് യു. ഇനി അരി വേണമെങ്കിൽ വരണം കേട്ടോ. ഇനി നമുക്ക് പച്ചക്കറി വാങ്ങാൻ പോകാം. പപ്പടം കൂടെ വാങ്ങണേ. പപ്പടക്കടയിൽ നിന്ന് ഇഷ്ടപ്പെട്ട പപ്പടം എടുത്തോളൂ. ഓക്കെ, താങ്ക് യു. ചീരക്കടയിലോട്ട് പോ. തോട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് പറിക്കുന്ന ചീര, ഫ്രഷ് ചീരയാ. ഈ പൈസക്ക് കുറച്ചുകൂടി ചീര കിട്ടും. ഇന്നാ ചീര. ഇതെന്താണ്? പാത്രം ചേട്ടാ, 10 രൂപ 2 പാത്രം തയോ. എന്നാ പൈസ. പാത്രം നല്ല ഫ്രഷ് പാത്രമാണ്. ഓട്ടയൊക്കെ ഉണ്ടെങ്കിലും നല്ല പാത്രമാണ്. എന്നാ മുട്ടി. പഴം വാങ്ങിച്ചില്ല. ഇതാ പഴം. ഇല്ല, എന്നാലും 2 പഴം കൂടെ വാങ്ങാം. നല്ലൊരു 3-4 പഴം ഇരിക്കട്ടെ. കൈ നിറയെ സാധനങ്ങളുമായി പർച്ചേസിന് ശേഷം ഞങ്ങൾ വരികയാണ്. തോരൻ വെക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് ഇലയും കൂടെ വാങ്ങിച്ചിട്ട് വരട്ടെ. മത്തയിലയും കൂടെ. ചേട്ടാ, കുറച്ച് മത്തയിലയും കൂടെ. ഓക്കെ. അമ്മയല്ല, മുത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ തരും ഗൈസ്. പിന്നെ നമ്മൾ പാചകത്തിലേക്ക് കടക്കുകയാണ്. വെള്ളം എടുത്തിട്ട് വരാം. പിന്നെ എന്താ എന്താ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കാം. എനിക്ക് വേണ്ട, സുധേമ്മയ്ക്ക് കൊടുക്ക് പഴം. സുധേമ്മയ്ക്ക് 2 പഴം കൊടു. പഴം കഴിച്ചോണ്ട് പോകും. കണ്ടോ, കുഞ്ഞിന്റെ പേഴ്സ് ചവിട്ടി ശരിയാക്കി. പൈസ ഇല്ലാത്ത പേഴ്സാ, കുഴപ്പമില്ല.
താമസിച്ച് ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്ക് കാത്തുമുത്തി ദാണ്ട് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അത്രയ്ക്ക് ക്ഷീണിച്ച് വന്നപ്പോഴാണ് ഉണ്ടാക്കി വെച്ചത്. നമുക്കിനി എന്തൊക്കെയോ സ്പെഷ്യലെന്ന് നോക്കാം. ഇനി എന്തൊക്കെയോ കഴിക്കാനുള്ളൂ. ഇതെന്തുവാ? സാമ്പാർ. പരിപ്പില്ല, ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അരിയല്ല, ചോറല്ലേ? അയ്യോ കൊടുത്തില്ല, കൊടുത്തില്ല. മതി 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 മതി. ചോറ് വിളമ്പി. സൈഡിലോട്ടെല്ലാം ഇത് ചെയ്യണേ. തോരനെല്ലാം ഓരോ സൈഡിലോട്ട് വെക്കണേ. ഗൈസ്, തോരനാണ്. അമ്മ ഇവിടെ തോരനൊക്കെ വെച്ച് കഴിച്ചിട്ട് പോവാമ്മേ. രണ്ട് പപ്പടം ഉണ്ടേ. ഗൈസ്, പപ്പടം ഞാൻ ആദ്യം പൊട്ടിച്ച് വെക്കട്ടെ. ഓക്കെ, പപ്പടം പൊട്ടിച്ച്. സാമ്പാർ മതിയോ? സാമ്പാർ മതി. ഓക്കെ. പരിപ്പ് സാമ്പാർ മതി, പരിപ്പ് വേണ്ട. ഞാൻ കഴിക്കട്ടെ. വേണം, പപ്പടം കൂട്ടി കഴിക്കട്ടെ. കുറച്ച് തോരനും പരിപ്പും എല്ലാം കൂടെ ഒഴിച്ച് കഴിക്കട്ടെ. പപ്പടം എല്ലാം കൂടെ വെച്ച് മതി. അയ്യോ, ഇതുതന്നെ കൂടുതൽ ഒത്തിരി ഉണ്ട്. ഞാൻ പോവാ. സൂപ്പർ കാത്തു, ഒരു രക്ഷയില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കാത്തുവിൻ്റെ റെസിപ്പീസ് അത്രയ്ക്ക് സൂപ്പറാ. ഇതാണ് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തരുന്ന കാത്തു. ആർക്കെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പ്ലീസ്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.